അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇന്ന് രാവിലെ തന്നെ കാണാൻ ഇടയായി. ഒന്നുമല്ല, മനുഷ്യനിപ്പോഴും സ്വന്തം താല്പര്യങ്ങളുടെയും സ്വാർത്ഥ മോഹങ്ങളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ വളർത്തി വലുതാക്കിയ, തന്നെ പരിപാലിച്ച, തന്നെ ഉയരങ്ങളിലേക്ക് നയിച്ച ചില കരങ്ങളുണ്ട്, ചില മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് ഒന്ന് ഓർക്കാനോ അവരെ പരിപാലിക്കാനോ ഒന്നിനും നേരല്ലാതെ മനുഷ്യനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണർത്തുന്ന വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത. എന്താണെന്നറിയോ? ഒരു 80 വയസ്സുള്ള, സ്ട്രോക്ക് ബാധിച്ച, മറ്റു രോഗങ്ങളൊക്കെയുള്ള ഒരു വന്യവയോധികൻ. ആ വയോധികനുമായി മുംബൈയിൽ നിന്നൊരു കുടുംബം ആഗ്രയിലേക്ക് പുറപ്പെടാണ്. ആഗ്രയിലേക്ക് വരുന്ന ഈ കുടുംബത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? താജ്മഹൽ കാണണം. ആ വന്യവയോധികനെ ആ കാറിൽ കെട്ടിയിട്ടിട്ടാണ് ഈ കുടുംബം താജ്മഹൽ സന്ദർശിക്കാൻ പോയത്. ഒന്ന് ആലോചിക്കണേ. രോഗിയാണ്, പ്രായം 80. ആ മക്കൾ ചെയ്യുന്ന ക്രൂരത നോക്കി നിങ്ങൾ. എന്നിട്ട് അസാധാരണ നിലയിൽ കണ്ടെത്തിയ ഈ കാറ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പരിശോധിക്കുകയാണ്. ആ സമയത്തുണ്ട് ഒരു അത്യാസന്ന നിലയിൽ വൃദ്ധനായൊരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിലിങ്ങനെ കിടന്ന് പെടയാണ്. അവർ ഗ്ലാസ് പൊട്ടിച്ച് അതിലേക്ക് ഇറങ്ങി ആ മനുഷ്യൻ രക്ഷപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, അന്യ മനുഷ്യർ, ഒരാളുമല്ലാത്ത അപരിചിതർ നമ്മോട് ചെയ്യുന്ന കരുണ പോലും നമ്മുടെ മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും ദുഃഖവും തോന്നാണ്. ഇവിടെയാണ് ധാർമ്മികമായ മൂല്യങ്ങളുടെ ആഴവും അതിൻ്റെ മേന്മയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന വാക്കുണ്ട്. എന്താണെന്നറിയോ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ രക്ഷിതാവ് അവനിക്ക് മാത്രം ആരാധന നിർവഹിക്കുവാനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനും നിന്നോട് വിധിച്ചിരിക്കുന്നു എന്ന്. എത്ര മനോഹരമാണ് ആ വാക്ക്. ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നതിനോട് കൂടെ തന്നെ സ്വന്തം മാതാവിനെ, പിതാവിനെ സംരക്ഷിക്കുകയും സേവിക്കുകയും വേണം എന്നൊരു വലിയ പാഠമാണ് വിശുദ്ധമായി ഖുർആൻ നൽകുന്നത്. ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ. അറബിയിൽ ഒരു ശാപപ്രയോഗമാണത്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, ആരാണത്? ആരെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത്? അപ്പോൾ റസൂലിൻ്റെ മറുപടി എന്താണെന്നറിയോ? പ്രായം ചെന്ന മാതാവോ പിതാവോ അല്ലെങ്കിൽ 2 പേരും ഉണ്ടായിട്ടും ഒരാൾ സ്വർഗത്തിൽ കടന്നില്ല, അവനിക്കാണ് ഈ നാശമുണ്ടാകേണ്ടത് എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ വളരെ കരുതലോടെ, കരുണയോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ നമ്മെ പോറ്റി വളർത്തിയ പോലെ പ്രായം ചെന്ന് അവശരായ അവരെ നിങ്ങൾ അതേ കരുതലോടെ, അതേ കരുണയോടെ, അതേ സ്നേഹവും ബഹുമാനവും വാത്സല്യവും നൽകി അവരെ നിങ്ങൾ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നാണ്. അതിന് കഴിയാത്തവനിക്ക് പിന്നെ എങ്ങനെയാണ് സ്വർഗം നൽകുക എന്നതാണ് അതിൻ്റെ അകംപൊരുൾ. മറ്റൊരിക്കൽ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അള്ളാഹുവിന് ഏതാണ് എന്ന്. പ്രവാചകരുടെ മറുപടി, അസ്വലാത്തു അലാ വഖ്തിഹ, നേരാവണ്ണം നേരായ സമയത്ത് നിസ്കാരം നിർവഹിക്കലാണ്. പിന്നെന്താണ് നബിയെ? പിന്നെ നിൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. നോക്കൂ, ആരാധന കർമ്മത്തോടു കൂടെ അള്ളാഹുവും റസൂലും കൂട്ടിച്ചേർക്കപ്പെട്ടത് മാതാപിതാക്കളോടുള്ള കടപ്പാടും കടമയുമാണ്. ഈ ഒരു മൂല്യബോധം, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകപ്പെടുന്നത് മതവിജ്ഞാനങ്ങളാണ്. ഇന്ന് പൊതുവിജ്ഞാനത്തിന് വേണ്ടി മതവിജ്ഞാനങ്ങളുടെ സമയം കൂടെ കവർന്നെടുക്കുന്നതിന് ഇന്ന് സർക്കാർ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര വാശി? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മൂല്യബോധങ്ങളും ഈ മാനുഷിക ധാർമ്മിക മൂല്യങ്ങളും നന്മകളും നാട്ടിൽ നിന്ന് എന്നാണോ അന്യം നിൽക്കുന്നത്, അന്ന് നമ്മുടെ നാട് ഏറ്റവും നാശമുള്ള നാടായി മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ ഒക്കെ സ്നേഹത്തോടെ, കരുതലോടെ അവരെയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള വിശാലമായ മനസ്സിൻ്റെ ഉടമകളായി മാറാനും അതുവഴി സ്വർഗം പ്രാപിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.